ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാർത്തോമ സ്ലീഹായുടെ ദുഃഖാന തിരുനാള്, നവനാൾ, 6-ാം ദിവസം. തിരുവചനം യോഹന്നാൻ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിന്റെയും അവരുടെ സഹോദരി മർത്തയുടെയും ഗ്രാമത്തിൽ നിന്നുള്ള ഒരുവൻ, ബഥാനിയാലെ ലാസർ, രോഗബാധിതനായി. ഈ മറിയമാണ് കർത്താവിന് പരിമള തൈലം പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടയ്ക്കുകയും ചെയ്തത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു അസുഖം ബാധിച്ച് കിടപ്പിലായത്. കർത്താവെ, ഇത് അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗം ബാധിച്ച് കിടക്കുന്നുവെന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു. അത് കേട്ടിട്ട് യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി കിടപ്പിലാണെന്ന് കേട്ടിട്ടും യേശു ആയിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം പാർത്തു. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യഹൂദയിലേക്ക് പോകാം. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിക്കുകയായിരുന്നല്ലോ, നീ വീണ്ടും അവിടെ പോകുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂർ ഇല്ലേ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന് വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറി വീഴുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ ഇടറി വീഴുന്നു, കാരണം അവന് വെളിച്ചമില്ല. ഇക്കാര്യങ്ങൾ അവൻ പ്രതിപാദിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, എങ്കിലും ഞാൻ അവൻ ഉണർത്താൻ പോകുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, കർത്താവെ, അവൻ ഉറങ്ങുന്നുവെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശുവാകട്ടെ അവന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ ഉറക്കം എന്ന നിദ്രയെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. എങ്കിൽ നമുക്ക് അവന്റെ അടുക്കിലേക്ക് പോകാം. ദീദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം എന്ന തിരുവചനത്തിന്റെ 7 സാധ്യതകൾ, അർത്ഥ സാധ്യതകൾ നമ്മൾ ഇന്നലത്തെ നവനാൾ വചന പ്രഘോഷണത്തിൽ കേട്ടു. അതിന് ദൈവശാസ്ത്രപരമായും കൗതാശികമായും സഭാത്മകമായും മറ്റ് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജീവന്റെ അപ്പം ആസ്വദിക്കുന്നവരെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ യോഹന്നാന്റെ സുവിശേഷം 6:40. എന്നാൽ മാമോദീസായില് പരിശുദ്ധ തൃത്വത്തിന്റെ നാമം ആയ ഈശോയിലേക്ക് ഇപ്പോഴേ ഉൾച്ചേർക്കപ്പെടുന്ന ആളുകള്, മത്തായി 28:19, അവനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്യുകയാണെന്ന് പൗലോസിലേക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോ മിശിഹായിലേക്ക് സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിലേക്ക് സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഈശോ മിശിഹായിലേക്ക് സ്നാനമേറ്റ, വെള്ളത്തിലേക്ക് സ്നാനമേറ്റെന്നല്ലാട്ടോ. ഈശോ മിശിഹായിലേക്ക് സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിലേക്ക് സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തിലേക്കുള്ള സ്നാനത്തിലൂടെ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. മിശിഹ മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും അവന്റെ പുതുമയിൽ നടക്കേണ്ടതിനാണിത്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഒട്ടിച്ചു ചേർക്കപ്പെട്ടവെങ്കിൽ തീർച്ചയായും അവന്റെ പുനരുത്ഥാനത്തോടും നാം ഏകീഭവിക്കും. റോമാലേഖനം 6:3 മുതൽ 6 വരെ വാക്യങ്ങൾ. കൊളോസസ് ലേഖനം 2:12 കത്തോലിക്ക സഭയുടെ മതബോധനം 1002 നിങ്ങൾക്ക് ഇതിന്റെ ചില വ്യാഖ്യാനങ്ങൾ വായിക്കാം. അന്ത്യത്തിൽ നടക്കേണ്ടതാണ് മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ്. അത് ഇപ്പോഴേ നടക്കുകയാണ് ക്രിസ്ത്യാനിയിൽ എന്നാണ് പൗലോസ് പറയണേ. അന്ത്യത്തിൽ നടക്കേണ്ട മരണവും ഉത്ഥാനവും ഇപ്പോഴേ സംഭവിക്കുകയാണ് ക്രിസ്ത്യാനികള്. അതെങ്ങനെ? ജ്ഞാനസ്നാനത്തിൽ അത് സംഭവിക്കുന്നതാണ്. അതെങ്ങനെയാണത്? ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ് ഈശോ. അത് ഈശോ എന്ന മനുഷ്യൻ ദൈവമാണ്, ഈശോ എന്ന ദൈവം മനുഷ്യനാണ്. യോഹന്നാൻ 1:1-2, 1:18, 1:14. ഈശോ ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരിക്കുന്ന ഈശോ മരിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട് ജീവന്റെ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവനെയാണ് ഈ ജീവന്റെ അന്ത്യഘട്ടം എന്ന് പറയണേ. ജീവൻ മരിച്ച പിന്നെ ജീവനല്ലല്ലോ. ജീവൻ ജീവനായിരിക്കണമെങ്കിൽ എന്നേക്കും ജീവിക്കണം. അതിനെയാണ് അന്ത്യഘട്ടം എന്ന് പറയണേ. അനശ്വര ജീവൻ, നിത്യജീവൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ജീവന്റെ അന്തിമഘട്ടമാണ്. അതിലേക്ക് പ്രവേശിച്ചത്, അതായത് ജീവശാസ്ത്രപരമായ ജീവൻ അതിശയിക്കുന്ന ജീവനിലേക്ക് പ്രവേശിച്ചത് മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ഈശോ മാത്രമാണ്.
ആ ജീവനിലേക്ക്, ഈ തിരുവുത്ഥാനത്തോടെ ഏത് ജീവനിലേക്കാണോ യേശു പ്രവേശിച്ചത് ആ ജീവനിലേക്ക്, ജീവശാസ്ത്രപരമായി ജീവൻ അതീതമായ ജീവനിലേക്ക് മനുഷ്യർ ഇപ്പോഴേ പ്രവേശിക്കേണ്ടതിന് ജീവദായകമായ വചനവും ജീവദായകമായ കൂദാശയും ഈശോ സഭയെ ഏൽപ്പിച്ചു. അവൻ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന വചനത്തിലും വചനത്തിന് ജീവൻ വയ്ക്കുന്ന മണിക്കൂറായ കൂദാശയിലും സന്നിഹിതനാണ്. ഈശോയുടെ സത്യസഭയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവന്റെ വചനവും കൂദാശയും സ്വീകരിച്ച് അവനുമായി ഒന്നാകുന്നതിലൂടെ അവന്റെ മരണത്തിനും ഉത്ഥാനത്തിനും നാം ഇപ്പോഴേ പങ്കുചേരുകയാണ്. ദിവ്യകാരണം സ്വീകരിച്ച് ഈശോയുമായി ഒന്നാകുന്നതിലൂടെ നാം ഇപ്പൊ തന്നെ ദൈവത്തിലേക്കും സ്വർഗത്തിലേക്കും ചുവട് വെക്കുകയാണ്. സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയാണ്, ദൈവത്തിലേക്ക് ചുവട് വെക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു മരണം നമ്മിൽ ആവശ്യപ്പെടുന്നുണ്ട്. പഴയ മനുഷ്യനെ, പാപത്തിന്റെ മനുഷ്യനെ അവന്റെ ചെയ്തികളോട് ഉരിഞ്ഞു കളയുക എന്ന മരണം. എഫേസ്യ ലേഖനം 4:22-24. അതാണ് കുമ്പസാരം എന്ന കൂദാശയിൽ നടക്കുന്നത്. മരണത്തിന് തുല്യമായ വേദനയല്ലേ കുമ്പസാരിക്കാൻ? നമ്മുടെ പാപങ്ങളൊക്കെ ഇല്ലേ മുട്ടുകുത്തി ഒരാളുടെ മുമ്പിൽ ഏറ്റു പറയാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേടില്ല. ഒരു മരണമാണത്. പക്ഷെ ആ മരണത്തിലിടുമ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാണ്, പുതിയ മനുഷ്യൻ സ്വീകരിക്കാൻ ഒരുങ്ങാണ്. പക്ഷെ ആ മരണം, കുമ്പസാരത്തിലുള്ള മരണം, അതൊരു അന്ത്യമല്ലല്ലോ. കർത്താവിനെ സ്വീകരിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ഉത്ഥിതരിലേക്ക് ഇപ്പോഴേ ഉൾച്ചേർക്കപ്പെടുകയുമാണ്. അപ്പൊ ഈശോയുടെ കൂടെയുള്ള മരണവും ലാസറിന്റെ മരണവും തമ്മിലുള്ള വൈരുദ്ധ്യവും തോമാസിലെ വചനങ്ങളിൽ അന്തർലീനമായിരിക്കുക. ഈശോയുടെ കൂടെയുള്ള മരണവും ലാസറിന്റെ മരണവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ആധ്യാത്മിക മരണത്തിന്റെ 4 ഘട്ടങ്ങളാണ് ലാസർ കല്ലറയിൽ ചെലവഴിച്ച 4 ദിവസങ്ങൾ. മനുഷ്യവംശത്തെ ആദ്യത്തെ ആത്മീയ മരണമായിരുന്നു ഉത്ഭവപാപം. പ്രകൃതി നിയമങ്ങൾ ലംഘിച്ചതാണ് 2ാമത്തെ ഘട്ടം മരണത്തിന്റെ. മോശയുടെ ന്യായപ്രമാണങ്ങളുടെ ലംഘനമാണ് 3ാമത്തേത്. കൃപയുടെ സുവിശേഷത്തെ നിരാകരിക്കുന്നതാണ് 4ാമത്തെ ഘട്ടം. അപ്പൊ ഇങ്ങനെയുള്ള ആധ്യാത്മിക മരണത്തിന്റെ 4 ഘട്ടങ്ങളാണ് ലാസർ കല്ലറയിൽ ചെലവഴിച്ച 4 ദിവസങ്ങൾ. 4 ദിവസമായി കല്ലറയിൽ കിടന്നിരുന്ന ലാസറിനെ, അതായത് മനുഷ്യവംശത്തിന്റെ ആദ്യത്തെ ആത്മീയ മരണമായിരുന്നു ഉത്ഭവപാപം. ഉത്ഭവപാപം, പ്രകൃതി നിയമങ്ങൾ ലംഘിച്ച 2ാമത്തെ മരണം, മോശയുടെ ന്യായപ്രമാണങ്ങളുടെ ലംഘനമായ 3ാമത്തെ മരണം, കൃപയുടെ സുവിശേഷത്തെ നിരാകരിക്കുന്ന 4ാമത്തെ മരണം, അല്ലെങ്കിൽ മരണത്തിന്റെ 4 ഘട്ടങ്ങൾ. അങ്ങനെ 4 ദിവസമായി കല്ലറയിൽ കിടന്നിരുന്ന ലാസറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെ ഈശോ നമ്മെ മൃത്യുവിന്റെ ചതുർഘട്ടങ്ങളിൽ നിന്ന് ഉയർപ്പിക്കുന്നതിന്റെ ഒരു പൂർവ്വ ദർശനം നൽകുകയാണ്. തീർച്ചയായും ഈ രഹസ്യത്തിന്റെ എല്ലാ ആഴമൊന്നും അന്ന് തോമസിലേക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അതിലേക്കൊരു മിന്നൊളി, ഒരു പൂർവ്വ ദർശനം കിട്ടിയത് തോമാക്കിയാണ്. മിക്ക പ്രവാചകന്മാരുടെ കാര്യത്തിൽ എന്ന പോലെ തോമാസ്ലിയുടെ കാര്യത്തിലും തനിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ വലിയ കാര്യമാണ് പറഞ്ഞത്. അന്ന് അറിയുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് പ്രവാചകന്മാർ പറഞ്ഞേ. കന്യകയിൽ നിന്നൊരു കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നു പറഞ്ഞപ്പോൾ യശയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു 730 കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് താൻ പറയുന്നതെന്ന്. പക്ഷെ അവരറിയുന്നതിനേക്കാൾ കൂടുതലാണ് അവർ പറയുന്നത്. തോമ അറിയുന്നതിനേക്കാൾ കൂടുതലാണ് തോമ പറഞ്ഞത്. അതിലൂടെ തോമ ഒരു പ്രവാചകനാണെന്ന് കൂടി തെളിയിക്കുകയാണ്. 7ാം ദിവസം ലാസറിന്റെ പുനരുജ്ജീവനം. ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. 7ാം ദിവസമാണ് ലാസറിന്റെ പുനരുജ്ജീവനം. ലാസർ യഥാർത്ഥത്തിൽ മരിച്ചു പോയെന്ന് സ്ഥിരീകരിക്കുന്ന വചനമാണ് 4 ദിവസമായി എന്ന്. ശവം അഴുകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്നു. മർത്ത പറയുന്നുണ്ട് നാറ്റം വെച്ച് തുടങ്ങിയെന്ന്. മരിച്ച വ്യക്തിയുടെ പ്രാണൻ 3 ദിവസത്തേക്ക് ശവത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാകും എന്നൊരു വിശ്വാസം ചില യഹൂദന്മാർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയും അസ്തമിച്ചു എന്നർത്ഥം. അപ്പോ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ പുനരുജ്ജീവനത്തിന് യാതൊരു സാധ്യതയുമില്ല. 4ാം ദിവസമായി. എന്നാൽ ലാസറിന്റെ അസുഖത്തെ പറ്റിയുള്ള പരാമർശത്തിന്റെ 7ാം ദിവസമാണ് ഈശോ അദ്ദേഹത്തെ ഉയർപ്പിക്കുന്നത്. മരിച്ചിട്ട് 4ാം ദിവസം. ലാസർ രോഗിയായെന്ന് കേട്ടിട്ട് 7ാം ദിവസമാണ്. മരിച്ചവനെ കുറിച്ചുള്ള ദുഃഖാചരണത്തിന്റെ 7ാം ദിവസം ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നു. ദൈവം സ്നേഹിക്കുന്ന മനുഷ്യവംശത്തിന് പുതിയ ജനസിലുള്ള ജീവനിലേക്ക് പ്രവേശനം നൽകുമെന്ന പ്രഖ്യാപനമാണിത്. എന്നാൽ ഈ പുതിയ ജനസിലേക്കുള്ള ജീവനിലേക്ക് ഈശോ പുനരുത്ഥാനത്തിലൂടെ ആദ്യം പ്രവേശിക്കണം. അതിനു മുമ്പ് അവൻ മരിക്കണം. മരണത്തെ മുഖാഭിമുഖം കാണുമ്പോൾ ഈശോ ആത്മാവിൽ നെടുവേർപ്പെടുകയും അവന്റെ ഉള്ളം കലങ്ങുകയും ചെയ്യുന്നുണ്ട്. യോഹന്നാൻ 11:33-38. ഈശോ കരയുന്നുണ്ട്. നിരാശയുടെ കണ്ണീരല്ല ഈശോ പൊഴിച്ചത്. ലാസറിനോടും എല്ലാ മനുഷ്യരോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള അവന്റെ സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും മനസ്സലിവിന്റെയും ഇടയടുപ്പമാണ് ഈ കണ്ണീരും നെടുവീർപ്പൊക്കെ. അപ്പം മരിക്കുന്നതിന് വേണ്ടി അവന്റെ കൂടെ പോകാമെന്ന് തോമസ് ലീഗ പറയുമ്പോൾ
ഇതിലെല്ലാം ഈ മറ്റാരേക്കാളും കൂടുതൽ മനസ്സിലായത് തോമാക്കിയാണ്. എല്ലാം മനസ്സിലായിട്ടില്ലേ തോമസ് ലീഹായ്ക്കും, എങ്കിലും മറ്റുള്ളവരൊക്കെ കൂടുതൽ മനസ്സിലായത് തോമസ് ലീഹായ്ക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ തോമസ് ലീഹായെ വളരെ ഉന്നതമായ ഒരു തലത്തിലാണ് 4-ാം സുവിശേഷത്തിൽ, യോഹന്നാൻ സുവിശേഷത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാരണം ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഒരല്പമെങ്കിലും അറിഞ്ഞൊരു മനുഷ്യൻ തോമസ് ലീഹയാണ്. ആ തോമസ് ലീഹ സ്ഥാപിച്ച സഭയാണ് ഇന്ത്യയിലേത്. ലോകത്തുള്ള മറ്റേതൊരു സഭയിലുള്ളതിനേക്കാളും ഏറ്റവും പൗരാണികമായ കുർബാനയുള്ളത് ഈ സഭയിലാണ്. മറ്റൊരു സഭയ്ക്കും ഇത്തരം പ്രാചീനമായ പൗരാണികമായ കുർബാനയില്ല. ആ കുർബാനയാണ് ഇങ്ങനെ വികലമാക്കുന്നത്. എറണാകുളം അങ്കമാലിയിൽ മാത്രമല്ല, ഏകീകൃത കുർബാന ചൊല്ലുന്നെന്ന് വിചാരിക്കുന്ന പല സ്ഥലത്തും. ചരിത്രം നിങ്ങളുടെ മാപ്പ് തരുമോ? തോമസ് ലീഹ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ, കർത്താവ് പൊറുക്കട്ടെ. നമുക്ക് ഈ തോമസ് ലീഹ പകർന്നു തന്ന വിശ്വാസ പൈതൃകം വീണ്ടെടുക്കാനായിട്ട് അവനോടുകൂടെ വേണ്ടി വന്നാൽ മരിക്കാനും തയ്യാറാകുക എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇന്നെനിക്ക് നൽകാനുള്ളത്. സൽപ്രവൃത്തിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ കുർബാനയുടെ ഈ കുർബാന തക്സ എന്ന് പറയല്ലോ, കുർബാന ടെക്സ്റ്റ്. ഏത് പുസ്തകം ഉപയോഗിച്ചിട്ടാണോ അച്ഛൻ കുർബാന ചെല്ലുന്നത്, നിങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുന്നത്, അത് തയ്യാറാക്കിയ അച്ഛൻ തലശ്ശേരി രൂപതയിലെ തോമസ് മണ്ണൂരം പറമ്പിലച്ഛനാണ്. മാപ്പാപ്പ 1986 കേരളത്തിൽ വന്ന് ഈ കുർബാന ഉദ്ഘാടനം ചെയ്തപ്പോൾ അന്ന് മാസ്റ്റർ സെറമണി ആയിരുന്നു ഈ അച്ഛനാണ്. ഈ അച്ഛൻ ഈ കുർബാന തക്സ ഉണ്ടാക്കിയ അച്ഛൻ തന്നെ അതിന്റെ ചരിത്രവും അതിന്റെ ദൈവശാസ്ത്രവും അതിലത്തെ ഓരോ ആചാരങ്ങളുടെയും അർത്ഥവും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ അതിനേക്കാൾ ഉത്തമമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ സഭയിൽ ഇപ്പം ഇല്ല. അദ്ദേഹം എഴുതിയ കുർബാനയെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിന്റെ 2-ാം വോല്യം, സീറോ മലബാർ കുർബാന ഒരു പഠനം 2-ാം വോല്യം, അത് അവൈലബിൾ ആണ്. അതിന്റെ ഒരു കോപ്പി ഈ ജൂലൈ 3 തൊട്ട് അത് അവൈലബിൾ ആണ്. അതിന്റെ ഒരു കോപ്പി വാങ്ങിച്ച് വായിക്കുക. അപ്പോൾ അച്ഛൻ ചെയ്യുന്ന കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ, പാട്ട് പാടുന്നത്, ഡീക്കന്മാർ ചെയ്യുന്നത്, ഓരോ കർമ്മത്തിന് അർത്ഥമുണ്ട്. ബൈബിളിൽ അടിസ്ഥാനമിട്ട അർത്ഥമുണ്ട്. അത് അച്ഛൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കോപ്പി വാങ്ങുക, വായിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളായ വൈദികരോ കന്യാസ്ത്രീമാരോ മതാധ്യാപകരോ ഉണ്ടെങ്കിൽ ഒരു കോപ്പി അവർക്ക് സമ്മാനമായി നൽകുക. ഇത്തവണത്തെ ഈ ദുഃഖാനയ്ക്ക് ഒരല്പം പണം ചെലവിടുകയാണ് നല്ല കാര്യത്തിന് വേണ്ടി. പടക്കം പൊട്ടിക്കാനും തിന്നാനും കുടിക്കാനും അത് മാറ്റിവെച്ചിട്ട് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി പൈസ മാറ്റിവെക്കുക. ഇതൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. നമുക്ക് അച്ഛന്മാരങ്ങനെ ചെയ്യുന്നു, മെത്രമാരിങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പരാതിയുണ്ട്. ചെയ്യാത്തതിന്റെ കാരണം, പ്രധാനപ്പെട്ട കാരണം അജ്ഞതയാണ്. ആ അജ്ഞത മാറ്റാൻ ഇതൊരു വലിയ മാർഗമല്ലേ? അതിനാൽ ഇങ്ങനെ ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സുഹൃതജപം നമ്മൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നാണ് തോമസ് ലീഹ പറഞ്ഞ സുഹൃതജപം വിവിധ ഭാഷകളിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. ഇന്ന് ലത്തീനിൽ നമുക്ക് ചൊല്ലാം. ലത്തീനിൽ തോമസ് ലീഹ ചെയ്തതുപോലെ ഈശോയെ നോക്കി ഈശോയോട് ലത്തീൻ ഭാഷയിൽ ഡോമിനുസ് മേവുസ് എത്ത് ദേവുസ് മേവുസ്. ഡോമിനുസ് എന്ന് പറഞ്ഞാൽ ദൈവം, കർത്താവ്. മേവുസ് എൻ്റെ. എത്തെന്ന് പറഞ്ഞാൽ ആൻഡ്. ദേവുസ് ഗോഡ്. മേവുസ് എൻ്റെ. ഡോമിനുസ് മേവുസ് എത്ത് ദേവുസ് മേവുസ്. തോമസ് ലീഹ ചെയ്തതുപോലെ ഈശോയെ നോക്കി, തോമസ് ലീഹയുടെ ഒപ്പം ഈശോയെ നോക്കി ഈശോയോട് പറയാ ഡോമിനുസ് മേവുസ് എത്ത് ദേവുസ് മേവുസ്. പല പ്രാവശ്യം ആവർത്തിക്കുക ഇന്ന് സുഹൃതജപമായിട്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.